ഞാൻ എന്നിട്ട് പറയുന്ന അടവെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനോയ്ക്ക് എഴുതാൻ ഭയങ്കര മടിയാണ്. ഞാനൊരു കാര്യേ പറയട്ടെ, ഇന്ന് മെയ് 31, നാളെ ജൂൺ 1 സ്റ്റാർട്ടിങ്. ഞാൻ ഒരുപാട് വർഷം ബാക്കിലേക്കൊന്ന് ചിന്തിച്ചു കൂട്ടോ. അതായത് ഇവളെ സ്കൂളിൽ വിടുന്ന കാലം, ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലം എല്ലാം ഞാൻ ചിന്തിച്ച. അപ്പം ജൂൺ 1 പറയണ ദിവസം ഉണ്ടെങ്കിൽ പഴയ കാലത്ത് നേരം വെളുക്കണതിന് മുമ്പ് തന്നെ കാട്ടാൻകുത്തി മഴ. അപ്പൊ എനിക്കും സ്കൂളിൽ പോവാൻ അങ്ങനെയുള്ള സമയങ്ങളിൽ ഭയങ്കര മടിയായിരുന്നു. എനിക്കോ അയ്യോ, ഞാൻ പറയട്ടെ, ഞാൻ എന്നിട്ട് പറയണ അടവെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം കിടക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നേരം വെളുത്ത് വിളിച്ചു കഴിയുമ്പോൾ ഞാൻ അന്ന് എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മയുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ മരിച്ചത്, ഞങ്ങൾ ഇന്ന് വേർപെട്ട് പോയത്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞ എനിക്ക് വയറുവേദനയാന്നൊക്കെ പറയും. അപ്പൊ തട്ടിപ്പാന്ന് മനസ്സിലാവും. എന്നിട്ട് അപ്പച്ചനല്ല, ഇളയ ഇച്ചാച്ചൻ, കുഞ്ചാച്ചൻ, തറവാട് നേരെ താഴെയാ ഞങ്ങളുടെ 2 വീടപ്പുറം. അപ്പൊ കുഞ്ചാച്ചൻ വരും, മോളെ സ്കൂളിൽ പോകണ്ടെന്ന് ചോദിക്കുമ്പോ ഞാൻ പോവില്ല എന്ന് പറയും. എന്നിട്ട് സഞ്ചിയായിട്ട് ഇച്ചാച്ചൻ മുമ്പിലിറങ്ങും. എന്നിട്ട് ഞാൻ പുറകെ മോന്തത് ഇങ്ങനെ കാണിച്ച് ഒരു തെളിമയില്ലാതെ പോകും. അപ്പൊ എന്നെ അക്ഷരം പഠിപ്പിച്ച ടീച്ചർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അന്നമ്മ ടീച്ചർ, 1ാം ക്ലാസ്സിൽ. അന്ന് ഞാൻ അംഗൻവാടി ഒന്നും അന്നില്ല, ആശാങ്കളരിയിലൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ അക്ഷരം എഴുതുമ്പോ ആ ടീച്ചർ അന്ന് പറയുമായിരുന്നു, ലിനോയ്ക്ക് എഴുതാൻ ഭയങ്കര മടിയാ, പക്ഷെ എഴുതി തുടങ്ങിയ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ, പിന്നെ എഴുതി പൊക്കോളൂന്ന്. അപ്പൊ അങ്ങനെ ആ ടീച്ചറിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ആ അക്ഷരങ്ങൾ എഴുതാൻ തന്നെ പഠിച്ചത്. ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഈ തട്ടിപ്പ് നടക്കൂലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ പിന്നെ പോവാൻ നിർബന്ധിതയായി പോയി തുടങ്ങി. എന്ത് ചെയ്യാൻ? നോബിയുടെ പപ്പ കുഞ്ചാച്ചനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അപ്പച്ചൻ രാവിലെ ഇങ്ങനെ നമുക്കൊരു സോമില്ലുണ്ടായിരുന്നു തിരുവാങ്കുളത്ത്. അപ്പം അതിലേക്ക് രാവിലത്തെ 6:30 ബസ്സിന് പോകും, വൈകിട്ട് 7 മണിക്ക് പിന്നെ വീട്ടിൽ വരുവുള്ളൂ. അപ്പം അത് കാരണം അപ്പച്ചൻ അങ്ങനെ പോണതുകൊണ്ട് ഇച്ചാച്ചനാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണത്. സ്കൂളിൽ എങ്ങനെയുള്ള സംഗതികൾ, ചെറുപ്പത്തിലത്തെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ആരും ആവാതെ നാളെ ജൂൺ 1 സ്കൂൾ തുറക്കുവാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പുതുവത്സരത്തിലേക്ക് കിടക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും പിഞ്ചോമനകൾക്കും മമ്മാസ് കിച്ചണിന്റെ വക ആശംസകൾ നേർന്നുകൊള്ളുന്നു അല്ലേ. പുതുവത്സരാശംസ എന്ന് പറയാൻ പറ്റൂലല്ലോ. പുതുവർഷത്തിലേക്ക്, അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വക എന്നാ പറയണ ആശംസ, സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവരും പഠിച്ച് മിടുക്കരായി വരിക. സ്കൂളിൽ പോണതിന് മടിയൊന്നും വിചാരിക്കണ്ട. നമുക്ക് അറിവുകൾ നേടാനാണ്, പുതിയ കൂട്ടുകാരെ നമുക്ക് കിട്ടാനാണ്. നല്ല സൗഹൃദങ്ങളെ തേടി കണ്ടുപിടിക്കുക, അവരെ എപ്പോഴും ജീവിതത്തില് കൂട്ടി ഫോളോ ചെയ്ത് നിർത്തുക. പിന്നെ ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയപ്പോ ഇല്ലേ, ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു കുഞ്ഞു കൊച്ചിന്റെ ഒരു മോളെ കെട്ടിച്ചു വിട്ട, അതിന്റെ കൊച്ചും അതുങ്ങളുടെ ഇങ്ങനെ അംഗനവാടിയിൽ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നിക്കണം. എനിക്ക് എന്നാന്ന് പിടികിട്ടിയില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ബർത്ത്ഡേ അല്ല, കുറെ കുട്ടികളുണ്ട്, എല്ലാ കുട്ടികൾക്കും ഇല്ലേ അംഗനവാടിയിൽ നിന്ന് ടീച്ചറാന്ന് തോന്നുന്നു ഇങ്ങനെ ഇത് കൊടുക്കണ, ഗിഫ്റ്റ് കൊടുക്കണം, ബോക്സ്, പ്രസന്റേഷൻ റാപ്പർ പൊതിഞ്ഞ്, എന്നിട്ട് തലയിൽ തൊപ്പിയൊക്കെ വെക്കണം. അപ്പൊ ഞാനിന്ന് പേപ്പർ നോക്കിയപ്പോഴാണ് കണ്ടേ അംഗൻവാടിയിലും അങ്ങനത്തെ പരിപാടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പൊ പ്രവേശനോത്സവം അതിൽ എഴുതിയേക്കണ പ്രവേശനോത്സവം അംഗനവാടി. അപ്പൊ ഞങ്ങളുടെ നെയ്ബർ ആയിട്ടുള്ളൊരു കൊച്ചിനെ കല്യാണം കഴിച്ചു വിട്ടിട്ട് അതിന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു അവർ സ്റ്റാറ്റസിൽ കൊടുത്തത്. അപ്പൊ ഞാൻ ആ കൊച്ചിനെയും കണ്ടു, അതിന്റെ അമ്മേനെയും കണ്ടു. അപ്പൊ ഞാനിവിടെ പറയുകയും ചെയ്തത് എന്നാ പോലും ആ കൊച്ചിന്റെ ബർത്ത്ഡേ ഒന്നും അല്ല, അംഗനവാടിയിൽ കുറെ കുട്ടികളും പേരൻസും ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഓക്കെ, പുതിയ രീതികൾ നമുക്കറിയില്ലല്ലോ. അപ്പൊ ഈ അംഗനവാടിയിലൊക്കെ ഇപ്പൊ പ്രവേശനോത്സവം പരിപാടികളും ഒക്കെ ഉണ്ട്. ഞാനൊന്നും പഠിച്ചപ്പോ അതില്ലായിരുന്നു. ഇല്ല. അപ്പൊ ഓക്കെ.